ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ അംഗനവാടി കുട്ടികളുടെ ഒരു നൃത്ത പരിപാടി കണ്ടവരൊക്കെ ഉള്ളുകൊണ്ട് ചിരിച്ചിട്ടുണ്ടാകും, ഉള്ളുകൊണ്ട് സന്തോഷിച്ചിട്ടുണ്ടാകും. നമ്മുടെ കണ്ണിനൊക്കെ വല്ലാത്തൊരു കുളിർമയുണ്ടാക്കിയ ഒന്നായിരുന്നു ആ കുട്ടികളുടെ നൃത്തം എന്നുള്ളത്. വളരെ നിഷ്കളങ്കമായി അവർ അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവർ പലതും കാട്ടിക്കൂട്ടി. അത് നമ്മളെ സന്തോഷിപ്പിച്ചു, നമ്മളെ ആനന്ദിപ്പിച്ചു, നമ്മളെ എന്താ പറയുക, വേറൊരു തലത്തിലേക്ക് എത്തിച്ചു. ആ കുട്ടികൾ നമ്മുടെ ആരുമല്ല, അവരുടെ രക്ഷിതാക്കളുണ്ടാകും. പക്ഷേ ഭൂരിപക്ഷം ആളുകൾക്കും ആ കുട്ടികൾ ആരുമല്ല, ആരുടെയോ മക്കളാണവർ. പക്ഷെ ആ മക്കൾ നമുക്കുണ്ടാക്കിയ ഒരു സന്തോഷമുണ്ട്. ആ മക്കളാണ് മനുഷ്യർ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ മനുഷ്യരെക്കുറിച്ച് മനുഷ്യർ മോശമാണ്, മനുഷ്യർ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, മനുഷ്യർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ്, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മനുഷ്യരെ മാറ്റി വെക്കുമല്ലോ. ഈ കുട്ടികളാണ് ആ മനുഷ്യർ എന്നുള്ളത്. ഈ കുട്ടികളാണ് വളർന്ന് വലുതാകുന്നവർ എന്നുള്ളത്. ഈ കുട്ടികൾ ഇതേപോലെ വളർന്ന് വലുതായി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ കാണാൻ എന്തൊരു രസമായിരിക്കും അല്ലേ? ഈ കുട്ടികളെപ്പോലെ വളരെ നിഷ്കളങ്കരായി ആണ് അവർ വളർന്ന് വലുതാകുന്നതെങ്കിൽ, അവർ വലുതാകുമ്പോഴും ഇതേ നിഷ്കളങ്കത അവരിലൊക്കെ നമ്മൾ കാണുന്നുവെങ്കിൽ മനുഷ്യർ എന്ത് രസമുള്ള ഭംഗിയുള്ള ജീവികളായിരിക്കും. പക്ഷെ അങ്ങനെ ആയിട്ടല്ല അവർ വളർന്ന് വലുതായി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വളർച്ചയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് മനുഷ്യർ ഒരുതരം തൊട്ടുകൂടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒക്കെ ആളുകളായിട്ട് മാറുന്നത്. എന്താണ് നമുക്കതിന് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു വലിയ ചോദ്യം പുതിയ കാലം നമ്മളോടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഓരോ രക്ഷിതാക്കളോടും ചോദിക്കുന്നൊരു ചോദ്യം, എൻ്റെ പുതിയ തലമുറയിലെ ആളുകളിൽ പലരും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും മാറ്റി നിർത്തേണ്ടവരും വിശ്വസിക്കാൻ കൊള്ളാത്തവരും പ്രശ്നങ്ങളും തിന്മകളുമുള്ളവരായി മാറുന്നു എന്ന ചോദ്യത്തിന് വലിയ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ഓരോ രക്ഷിതാക്കളും എന്നതാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികളെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കൺകുളിർമയുണ്ടല്ലോ. ഈ കൺകുളിർമ അവർ വളർന്ന് വലുതായി ഏറ്റവും ഉയരത്തിൽ നിൽക്കുമ്പോഴും ആ കുളിർമയായി മാറ്റാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെന്താണ് വഴി എന്നുള്ളതാണ്. ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, കുട്ടികളിൽ നിന്ന് ഈ കാരുണ്യത്തിൻ്റെ അംശം വല്ലാതെ ചോർന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ, 10-20 വയസ്സുള്ള വെഞ്ഞാറമൂട് എന്ന പ്രദേശത്തുള്ള ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ അമ്മയെ മൃതപ്രായയാക്കി അടിച്ച് ജീവിതശവമാക്കി മാറ്റി. അവൻ്റെ വല്യപ്പയെ, വല്യമ്മയെ, അമ്മായിയെ ഒക്കെ കൊന്നുകളഞ്ഞു. ആ കുട്ടി ലഹരി ഉപയോഗിക്കുന്ന കുട്ടിയായിരുന്നില്ല. ആ 21 വയസ്സുള്ള അഫാൻ എന്ന് പറയുന്ന പയ്യൻ ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നില്ല. അവനൊരു 3 കൊലപാതകം നടത്തിയതിന് ശേഷമാണ് മദ്യപിക്കുന്നത്. എന്നിട്ടാണ് 4ാമത്തെ കൊലപാതകത്തിലേക്ക് പോകുന്നത്. 3 ആളുകളെ കൊല്ലുന്നത് വരെ അവൻ ഒരു മദ്യവും ഉപയോഗിച്ചിരുന്നില്ല. എന്നിട്ടും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലേ, നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീട്ടിൽ ഏറ്റവും ഇഷ്ടം ആരോടായിരിക്കും? അമ്മയുടെ അമ്മയോടോ, അമ്മയുടെ അച്ഛനോടോ, വല്യപ്പയോടോ, വല്യമ്മയോടോ, മുത്തശ്ശനോടോ, മുത്തശ്ശിയോടോ ഒക്കെ ആയിരിക്കും. പക്ഷെ ആ അഫാൻ എന്ന് പറയുന്ന 21 വയസ്സുകാരന് അവൻ്റെ വല്യപ്പയെയും വല്യമ്മയെയും അതിദാരുണമായി കൊല്ലുന്ന നേരത്ത് അവൻ്റെ കൈ വിറച്ചില്ല. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ പലപ്പോഴും പറയും കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നൊക്കെ. പക്ഷെ ആ പയ്യൻ ലഹരി ഉപയോഗിച്ചിരുന്നില്ല അന്ന്. എന്നിട്ടും അവനെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകം എന്നുള്ളത് അവൻ്റെ ഉള്ളിൽ നിന്ന് കാരുണ്യം എന്ന് പറയുന്ന സാധനം എങ്ങോട്ടോ ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാരുണ്യത്തെ പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ രക്ഷിതാക്കൾ പരാജയപ്പെട്ടാൽ, ഇപ്പം നമ്മൾ ഈ നേരത്തെ കണ്ട കുരുന്നുകളുടെ ഒരു കൗതുകമുണ്ടല്ലോ, ഒരു അതിർപ്പം, അതങ്ങോട്ട് ഇല്ലാതാകും. അതിനെന്താണ് വഴി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ എങ്ങനെയാണോ അതുപോലെയായിരിക്കും നമ്മുടെ മക്കൾ. നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ മക്കളിലും അതുണ്ടാകും. ആ കുട്ടികളെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കൊണ്ടു നടക്കേണ്ടുന്ന നേരത്ത് നമ്മൾ തിരക്കുകൾക്കൊപ്പം പോയാൽ, നമ്മൾ മൊബൈൽ ഫോണിനകത്ത് കണ്ണുകൾ താഴ്ത്തിയിരുന്നാൽ, അവരാവശ്യപ്പെടുന്നത് കൊടുക്കാൻ നമുക്ക് സമയമില്ലാതായാൽ, അവരിൽ ഉണ്ടാകേണ്ടുന്ന കുറേ നന്മകൾ ചെറുതിലേ ഇല്ലാതായി പോകുന്നുള്ളതാണ്.
കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നമ്മൾ രക്ഷിതാക്കൾ ശീലിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമായ കാര്യം എന്നുള്ളത് അവരിൽ സ്നേഹം ഉണ്ടാവുക എന്നുള്ളതല്ല, അവരിൽ കാരുണ്യമുണ്ടാകുക എന്നുള്ളതാണ്. ഈ കാരുണ്യത്തെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്ത് വളർത്തുമ്പോൾ മാത്രമേ അവർ നന്മയുള്ള മനുഷ്യരാകുള്ളൂ.